ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. മനുഷ്യന്റെ തിന്മകൾക്കും മരണത്തിനും മേൽ ദൈവത്തിന്റെ സ്നേഹം വിജയം വരിച്ചതിന്റെ, കാലത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ജീവിതം. ഗബ്രിയേൽ മാലാഹ പരിശുദ്ധ കന്യാമറിയത്തിന് മംഗളവാർത്ത അറിയിച്ച നിമിഷം മുതൽ അവിടുന്ന് മരണം ജയിച്ച് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട മഹത്തായ നിമിഷം വരെയുള്ള എല്ലാ സംഭവങ്ങളും. എന്നാൽ അതിലും അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട യേശു പിന്നീട് ഏകദേശം 30 വയസ്സായതുവരെ എവിടെയായിരുന്നു? ആ വർഷങ്ങളെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ചരിത്രം എന്താണ് പറയുന്നത്? ഇന്ന് നമ്മൾ അല്പം സമയമെടുത്ത് തിടുക്കമില്ലാതെ ചരിത്രത്തിന്റെയും വിശുദ്ധ ബൈബിളിന്റെയും വെളിച്ചത്തിൽ നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും വളരെയധികം നന്ദി. പിന്നെ ഒരു കാര്യം, ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഈ ലോകത്തിലേക്ക് ഒരു രക്ഷകൻ കടന്നു വരുമെന്നത് അനേകം നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ വാഗ്ദാനമായിരുന്നു. പഴയ നിയമത്തിലെ ഏശയ്യാ പ്രവാചകൻ എഴുതി, ഇതാ കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടും. ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസീഫസും റോമൻ ചരിത്രകാരനായ ടാസിറ്റസും തങ്ങളുടെ കൃതികളിൽ യേശുവിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ ഇരുണ്ട ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് പ്രത്യാശയുടെ കിരണമായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. ഈ ചരിത്രത്തിന്റെ തുടക്കം ഗലീലയിലെ നസ്രത്ത് എന്ന ചെറിയ ഗ്രാമത്തിലാണ്. ലോകം ശ്രദ്ധിക്കാത്ത തികച്ചും സാധാരണമായ ആ ഗ്രാമത്തിൽ ദാവീദ് ഭവനത്തിൽപ്പെട്ട യൗസേഫ് എന്ന ഗോത്രക്കാരനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയം എന്ന കന്യക ജീവിച്ചിരുന്നു. അക്കാലത്താണ് ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം നടക്കുന്നത്. ദേവദൂതനായ ഗബ്രിയേൽ മറിയത്തിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, സ്വസ്തി, കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയം ഈ വചനം കേട്ട് ഭയപ്പെടുകയും ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. സാധാരണ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു ഇത്. മറിയം ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായിക കൊണ്ട് ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ദൂതൻ നൽകിയ മറുപടി നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. അതുകൊണ്ട് ജനിക്കുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നും. ചരിത്രപരമായി നോക്കിയാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ അന്യപുരുഷന്റെ കുട്ടി ഗർഭം ധരിച്ചാൽ യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. സമൂഹം അവളെ ഒറ്റപ്പെടുത്തുമായിരുന്നു. തനിക്കെതിരെ ഉയരാവുന്ന ആപത്തുകളെക്കുറിച്ചും അപവാദങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് തന്നെ മറിയം നൽകിയ ആ മറുപടി ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സമർപ്പണമായിരുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ആ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവപുത്രം മനുഷ്യനായി ഗർഭം ധരിക്കപ്പെട്ടു. ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള വഴി അവിടെ തുറക്കപ്പെടുകയായിരുന്നു. മറിയം ഗർഭിണിയായിരിക്കെ റോമൻ ചക്രവർത്തിയായ സീസർ അഗസ്റ്റസ് ലോകം മുഴുവനുള്ളവരുടെ ജനസംഖ്യ കണക്കെടുക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അക്കാലത്ത് സിറിയയിൽ കോരിനിയോസ് ദേശാധിപതിയായിരുന്നു. തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായി ഓരോരുത്തരും സ്വന്തം പട്ടണങ്ങളിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. അങ്ങനെ ദാവീദിന്റെ ഗ്രഹത്തിലും വംശത്തിലും പെട്ട യൗസേഫ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതും ഗർഭിണിയുമായിരുന്ന മറിയത്തോടൊപ്പം ഗലീലയിലെ നസ്രത്ത് പട്ടണത്തിൽ നിന്നും യഹൂദയിലെ ബെത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ സങ്കേതങ്ങളിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അതിരാത്രിയുടെ നിശബ്ദതയിൽ ആ കാലിത്തൊഴുത്തിൽ പരിശുദ്ധ മറിയം തന്റെ ആദ്യജാതനായ പുത്രനെ പ്രസവിച്ചു. അവനെ തുണികളിൽ പൊതിഞ്ഞു. അവനെ കിടത്താൻ ഇടമില്ലാത്തത് കൊണ്ട് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. ആകാശത്ത് അത്ഭുതകരമായ ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു. കിഴക്ക് നിന്ന് ജ്ഞാനികൾ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ബെത്ലഹേമിലെത്തി. പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു. തൊഴുത്തിന് സമീപം ആടുകളെ കാവൽ കാത്തു നിന്ന ഇടയന്മാർക്ക് സ്വർഗീയ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. ഹെറോദേസ് രാജാവിന്റെ ക്രൂരത കാരണം ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ യൗസേപ്പും മറിയവും ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ഹെറോദയുടെ മരണത്തിന് ശേഷം അവൻ നസ്രത്തിലേക്ക് തിരിച്ചു വന്ന് താമസമായി. ഉണ്ണിയേശുവിന്റെ ബാല്യകാലത്തെ കുറിച്ച് ബൈബിളിൽ ലൂക്കയുടെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞു ശക്തി പ്രാപിച്ചു, ദൈവത്തിന്റെ കൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. 12-ാം വയസ്സിൽ പെസഹ തിരുനാളിലായി യെരുശലേമിലേക്ക് പോയപ്പോൾ ദേവാലയത്തിൽ വെച്ച് പണ്ഡിതന്മാരുടെ നടുവിലിരുന്ന് അവരുടെ ചോദ്യങ്ങൾ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന അത്ഭുത ബാല്യക്കാരനായി നാം യേശുവിനെ കാണുന്നുണ്ട്. ഇവിടെ പലരുടെയും മനസ്സിലുയരുന്ന ഏറെ കൗതുകകരവും ആത്മീയ പ്രാധാന്യമുള്ളതുമായ ഒരു ചോദ്യമുണ്ട്:
12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ വെച്ച് പണ്ഡിതന്മാരോട് സംവാദിച്ച ആ സംവാദത്തിന് ശേഷം തന്റെ 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വരെയുള്ള ആ 18 വർഷക്കാലം യേശു എവിടെയായിരുന്നു? അവിടുന്ന് എന്താണ് ചെയ്തിരുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിലും ചരിത്രത്തിലും ഈ കാലഘട്ടത്തെ യേശുവിന്റെ മറഞ്ഞിരുന്ന ജീവിതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു ഈ കാലയളവിൽ ഹിമാലയത്തിലോ മറ്റു വിദൂര ദേശങ്ങളിലോ പോയിരുന്നു എന്ന തരത്തിലുള്ള അനേകം സാങ്കല്പിക കഥകൾ പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിലും ചരിത്ര വസ്തുതകളും ബൈബിളും തെളിയിക്കുന്നത് അവിടുന്ന് തനിക്കായി ദൈവം നിശ്ചയിച്ച സാധാരണ മനുഷ്യ ജീവിതത്തിലൂടെ തന്നെയാണ് കടന്നുപോയത് എന്നാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ അവരോടൊപ്പം ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് വിധേയപ്പെട്ടിരുന്നു. താൻ ദൈവപുത്രനാണ് എന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും തികച്ചും സാധാരണക്കാരായ ഒരു മകനായി തന്റെ ഭൗതിക മാതാപിതാക്കളായ യൗസേപ്പിനും മറിയത്തിനും അനുസരണയുള്ളവനായി അവിടുന്ന് നസ്രയത്ത് എന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചു. ലൂക്ക 2:52 നാം വായിക്കുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അതായത് അവിടുന്ന് ആത്മീയമായും ശാരീരികമായും സാമൂഹികമായും ദൈവഹിതത്തിനൊത്ത് ഒരു തികഞ്ഞ മനുഷ്യനായി രൂപപ്പെടുകയായിരുന്നു ആ വർഷങ്ങളിൽ. ചരിത്രപരമായി നോക്കിയാൽ യേശു വളർന്നു വന്ന നസ്രത്ത് വളരെ ചെറിയൊരു യഹൂദ ഗ്രാമമായിരുന്നു. അവിടുന്ന് തന്റെ പിതാവായ യൗസേപ്പ് പിതാവിൽ നിന്ന് തൊഴിൽ അഭ്യസിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാട്ടുകാർ യേശുവിനെ കുറിച്ച് ആശ്ചര്യത്തോടെ ചോദിക്കുന്നത് കാണാം, ഇവൻ ആ തച്ചനല്ലേ, മറിയത്തിന്റെ മകനല്ലേ? ബൈബിൾ പുതിയ നിയമം എഴുതപ്പെട്ട മൂലഭാഷയായ ഗ്രീക്കിൽ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തൈത്തോൻ എന്നാണ്. സാധാരണയായി ഇതിനെ മരപ്പണിക്കാരൻ അല്ലെങ്കിൽ തച്ചൻ എന്ന് വിവർത്തനം ചെയ്യാറുണ്ടെങ്കിലും അക്കാലത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം കല്ലും മരവും മണ്ണും ഉപയോഗിച്ച് കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്ന കൈത്തൊഴിലുകൾ എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നസ്രത്തിൽ നിന്ന് കേവലം 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള സെഫോറിസ് എന്ന നഗരം റോമൻ ഭരണാധികാരിയായ ഹെറോദോസ് അന്തിപ്പാസ് വലിയ രീതിയിൽ പുനർനിർമ്മിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കിലോമീറ്ററുകൾ നടന്ന് ഈ നഗര നിർമ്മാണ സ്ഥലത്തേക്ക് ജോലിക്ക് പോയിരുന്ന ഒരു സാധാരണ അധ്വാനിയായിരുന്നു യേശു എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കല്ല് ചുമന്നും തടി ചെത്തി മിനുക്കിയും സ്വന്തം വിയർപ്പൊഴുക്കിയും ജീവിച്ച ആ നാളുകളിലാണ് സാധാരണക്കാരായ മനുഷ്യരുടെ വേദനകളും പട്ടിണിയും റോമൻ സാമ്രാജ്യത്തിന്റെ അടിച്ചമർത്തലുകളും യേശു അടുത്തറിഞ്ഞത്. പിൽക്കാലത്ത് തന്റെ ഉപമകളിൽ വിധക്കാരനെയും കല്ല് ചുമക്കുന്നവനെയും കൂലിവേലക്കാരനെയും കുറിച്ച് യേശു സംസാരിച്ചപ്പോൾ അത് കേവലം കഥകളായിരുന്നില്ല, മറിച്ച് ആ 18 വർഷങ്ങളിൽ അവിടുന്ന് നേരിട്ട് കണ്ട അനുഭവങ്ങളായിരുന്നു. കൂടാതെ യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോഴേക്കും യൗസേപ്പ് പിതാവിനെ കുറിച്ച് ബൈബിളിൽ പരാമർശമില്ലാത്തതിനാൽ ഈ കാലയളവിൽ യൗസേപ്പ് മരണപ്പെട്ടിരിക്കാം എന്ന് സഭാപിതാക്കന്മാരും ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബത്തിലെ മൂത്ത മകൻ എന്ന നിലയിൽ അമ്മയായ മറിയത്തെ സംരക്ഷിക്കാനും കുടുംബം പുലർത്താനുമുള്ള വലിയ ഉത്തരവാദിത്വം യേശു തന്റെ ചുമലിൽ ഏറ്റെടുത്തു. തന്റെ 30-ാം വയസ്സ് വരെ ഒരു സാധാരണ യഹൂദ യുവാവായി ദൈവഭയത്തിലും പ്രാർത്ഥനയിലും അധ്വാനത്തിന്റെ മഹത്വം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ടാണ് യേശു വളർന്നത്. അങ്ങനെ മനുഷ്യ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും വിശപ്പും അധ്വാനവും അനുഭവിച്ചറിഞ്ഞ ശേഷമാണ് ലോകത്തിന്റെ രക്ഷയ്ക്കായി അവിടുന്ന് തന്റെ പരസ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. 30-ാം വയസ്സിൽ യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. അതിനു മുന്നോടിയായി ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് അവിടുന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പാപമില്ലാത്തവനാണെങ്കിലും മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് യേശു ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നു. അവിടുന്ന് ജ്ഞാനസ്നാനം ഏറ്റു കരകയറുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവെന്ന മേൽ അവന്റെ മേൽ ഇറങ്ങി വരികയും ചെയ്തു. അതോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും മുഴങ്ങി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിലേക്ക് പോയി. അവിടെ 40 പകലും 40 രാവും ഉപവസിച്ചുകൊണ്ട് അവിടുന്ന് പിശാചിന്റെ പ്രലോഭനങ്ങളെ നേരിട്ടു. വിശപ്പും ദാഹവും അനുഭവിച്ച ആ നിമിഷത്തിൽ സാത്താൻ പലതവണ യേശുവിനെ പരീക്ഷിച്ചു. എന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു വചനം കൊണ്ട് സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളെയും തോൽപ്പിച്ചു കളഞ്ഞു. തുടർന്ന് അവിടുന്ന് ഗലീലയിലേക്ക് മടങ്ങി തന്റെ പരസ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സാധാരണക്കാരായ 12 ശിഷ്യന്മാരെ അവിടുന്ന് തെരഞ്ഞെടുത്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ സാധാരണ മീൻപിടുത്തക്കാരെ. അവിടുത്തെ പരസ്യ ജീവിതം അത്ഭുതങ്ങളുടെയും രോഗശാന്തികളുടെയും കാലമായിരുന്നു. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, അന്ധർക്ക് കാഴ്ച നൽകി, തളർവാദ രോഗിയെ സൗഖ്യമാക്കി, മരിച്ചവരെ ജീവനിലേക്ക് തിരികെ വിളിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് അവിടുന്ന് തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ഗലീലെ കടലിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. 5 അപ്പം കൊണ്ട് 5000-ത്തിലധികം ജനങ്ങളെ തൃപ്തരാക്കി.
അവിടുത്തെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും സ്വർഗത്തിന്റെ ശക്തി പ്രകടമായിരുന്നു. യേശുവിന്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയിലെ പ്രസംഗം. മാത്യുവിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രസംഗം മനുഷ്യന്റെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ശത്രുക്കളെ സ്നേഹിക്കാനും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിദ്വേഷത്തിന് പകരം ക്ഷമ നൽകാനും അവിടുന്ന് പഠിപ്പിച്ചു. അവിടുത്തെ ഉപമകളെല്ലാം സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നതായിരുന്നു. കാണാതെ പോയ ആടിനെ തേടിപ്പോയ ഇടയന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ, നല്ല സമരിയക്കാരന്റെ ഉപമ, ഇവയെല്ലാം ദൈവത്തിന്റെ അനന്തമായ കരുണയെയും സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നവയായിരുന്നു. മനുഷ്യർ മതപരമായ ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ യേശു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയൊരു പാത തുറന്നു കൊടുത്തു. പാപികളോട് കരുണ കാണിക്കുകയും കാപട്യക്കാരായ മതനേതാക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ട് അന്നത്തെ പരീശന്മാരുടെയും പ്രമാണികളുടെയും കണ്ണിലെ കരടായി യേശു മാറി. ലാസറിന്റെ മരണം യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും വികാരഭരിതമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് കല്ലറയിൽ വെക്കപ്പെട്ട ലാസറിനെ അവിടുന്ന് ഉയർപ്പിച്ചു. തുടർന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മരിച്ചു കിടന്ന ലാസർ കൈകാലുകൾ കട്ടിത്തുണിയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. മരണം പോലും യേശുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ഈ സംഭവമാണ് യെരുശലേമിലെ പ്രമാണികളെ യേശുവിനെതിരെ തിരിക്കാൻ അന്തിമമായി പ്രേരകമായത്. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു. പെസഹ തിരുനാളിനായി യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചു. കഴുതപ്പുറത്ത് കയറി വന്ന യേശുവിനെ ജനക്കൂട്ടം വലിയ ആഹ്ലാദത്തോടെ ഓശാന പാടി സ്വീകരിച്ചു. എന്നാൽ അതേ ആഴ്ചയുടെ അവസാനത്തിൽ അതേ ജനക്കൂട്ടം അവിടത്തേക്ക് എതിരായി തിരിഞ്ഞു. പെസഹ വ്യാഴാഴ്ച രാത്രി യേശു തന്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിച്ചു. ആ സമയത്താണ് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരം, ഇത് എന്റെ രക്തം എന്ന് പറഞ്ഞ് അവിടുന്ന് അപ്പവും വീഞ്ഞും ശിഷ്യന്മാർക്ക് നൽകി. തുടർന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് താഴ്മയുടെ ഏറ്റവും വലിയ മാതൃക അവിടുന്ന് കാണിച്ചു തന്നു. അത്താഴത്തിനു ശേഷം ഗെത്സമേന തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ യേശു വരാനിരിക്കുന്ന പീഡകളെ ഓർത്ത് രക്തം വിയർക്കും വിധം തീവ്രമായി പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് ഇസ്കറിയോത്ത 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. പടയാളികൾ വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തു. അന്നാനാസ്, കയ്യാഫ എന്നീ മഹാപുരോഹിതന്മാരുടെ മുന്നിലും റോമൻ ഭരണാധികാരിയായ പോന്തിയോസ് പീലാത്തോസിന്റെ മുന്നിലും ഗലീലയുടെ ഭരണാധികാരിയായ ഹെറോദായിന്റെ മുന്നിലും യേശു വിചാരണ ചെയ്യപ്പെട്ടു. കുറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ജനക്കൂട്ടത്തിന്റെ ആക്രോശത്തിന് മുന്നിൽ പീലാത്തോസ് വഴിമാറി. റൊമാനിയൻ പട്ടാളക്കാരുടെ ക്രൂരമായ ചാട്ടവാറടിയും മുൾക്കിരീട ധാരണയും യേശു ഏറ്റുവാങ്ങി. സ്വന്തം കുരിശുമേന്തി ഗോൽഗോത്ത മലയിലേക്ക് അവിടുന്ന് നടന്നു. ഗോൽഗോത്ത മലയിൽ വെച്ച് 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിന്റെ കൈകാലുകളിൽ ആണി അടിച്ചു കയറ്റി. ആ ക്രൂരമായ കുരിശുമരണത്തിലും യേശു തന്റെ കൊലയാളികൾക്കായി പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്ക് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഉച്ചസ്ഥായിയിൽ സൂര്യൻ ഇരുണ്ടുപോയി. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും ഇരുൾ പരന്നു. ഒടുവിൽ യേശു ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ എന്തിനു കൈവിട്ടു? തുടർന്ന് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു അവിടുന്ന് തന്റെ ആത്മാവിനെ പിതാവിന്റെ കൈകളിൽ സമർപ്പിച്ചു. അവിടുത്തെ തിരുനാവിൽ നിന്ന് ജീവൻ പിരിഞ്ഞു. ആ നിമിഷം ദേവാലയത്തിലെ തിരശീല മേലിൽ നിന്ന് താഴെ വരെ 2ആയി കയറിപ്പോയി. വെള്ളിയാഴ്ച വൈകുന്നേരം അരിമത്യക്കാരനായ യോസഫ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു വാങ്ങിച്ചു. ആ ശരീരം നല്ല തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിലിൽ പുതിയൊരു കല്ല് ഉരുട്ടി വെച്ചു. റോമൻ പടയാളികളെ കാവൽ നിർത്തി. പ്രമാണികൾ കരുതിയത് അതോടെ ആ കഥ അവസാനിച്ചു എന്നാണ്. എന്നാൽ ഇരുണ്ട രാത്രികൾക്ക് ശേഷം പുലരുന്ന ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച് മഗ്ദലന മറിയവും മറ്റ് സ്ത്രീകളും സുഗന്ധവർഗ്ഗങ്ങളുമായി കല്ലറയിലേക്ക് ചെന്നപ്പോൾ കല്ല് കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അകത്ത് പ്രവേശിച്ചപ്പോൾ അവർക്ക് യേശുവിന്റെ ശരീരം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവിടുന്ന് ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉദ്ധാനത്തിന് ശേഷം 40 ദിവസത്തോളം യേശു പലപ്പോഴായി തന്റെ ശിഷ്യന്മാർക്കും 500-ലധികം സഹോദരങ്ങൾക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ലീഹായുടെ സംശയത്തെ മാറ്റിമറിക്കാൻ അവിടുന്ന് തന്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. ഗലീല കടത്തീരത്തിൽ വെച്ച് പത്രോസിനോട് തന്റെ ആടുകൾ മേയ്ക്കാൻ അവിടുന്ന് ചുമതലയേൽപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവിടുത്തെ ഉപദേശങ്ങൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു.
ഒടുവിൽ ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഒരു മേഘം വന്ന് അവരെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു. ശിഷ്യന്മാർ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കെ വെളുത്ത വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിന് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നു? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ യേശു നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടതുപോലെ തന്നെ തിരികെ വരും. പ്രിയമുള്ളവരെ, നാം ഇത്രയും നേരം ധ്യാനിച്ചത് വെറുമൊരു പഴയകാല കഥയല്ല. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിയുകയും മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ജീവനുള്ള ദൈവത്തിന്റെ ചരിത്രമാണ്. യേശുവിന്റെ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് ഇരുണ്ട സാഹചര്യത്തിലും പ്രകാശമായി കടന്നു വരാൻ അവിടത്തേക്ക് കഴിയുമെന്ന സത്യം. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ദൈവവചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.